മുൻമന്ത്രി വി ശിവൻകുട്ടിയുടെ ഗൺമാന്റെ ലൈംഗികാതിക്രമ ദൃശ്യങ്ങൾ പുറത്ത്. ഗൺമാനായിരുന്ന പ്രജീഷാണ് KSRTC ബസ്സിനുള്ളിൽ വെച്ച് പെൺകുട്ടിയോട് അശ്ലീലമായി പെരുമാറിയത്. മോശമായി പെരുമാറുന്നതിന്റെ വീഡിയോ പെൺകുട്ടി തന്നെയാണ് പകർത്തിയിരിക്കുന്നത്. വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളുമായി ബിനീഷ് ചേരും. എന്തായാലും ആ ദൃശ്യങ്ങളിലേക്ക് ഒന്ന് പോകാം. PCA പ്ലീസ്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം. പെൺകുട്ടി തന്നെയാണ് ആ ദൃശ്യങ്ങൾ പകർത്തിയിരിക്കുന്നത്. പിന്നിലിരിക്കുന്ന വി ശിവൻകുട്ടിയുടെ ഗൺമാന്റെ ലൈംഗികാതിക്രമ ദൃശ്യങ്ങളാണ് പുറത്ത് വന്നിരിക്കുന്നത്. ആ ദൃശ്യങ്ങൾ പകർത്തിയിരിക്കുന്നത് ആ പെൺകുട്ടി തന്നെയാണ്. അയാളാണത്. അത് പ്രജീഷ് എന്നാണ് അയാളുടെ പേര്. ഗൺമാനായിരുന്ന പ്രജീഷ് ഈ പെൺകുട്ടിക്ക് നേരെ നടത്തുന്ന അതിക്രമങ്ങൾ അത് തെളിവുകൾ സഹിതമാണ് ആ പെൺകുട്ടി പുറം ലോകത്തെ അറിയിച്ചിരിക്കുന്നത്. ആ ദൃശ്യങ്ങൾ പകർത്തിയിട്ടുണ്ട് എന്നുള്ളത് ആ പെൺകുട്ടി തന്നെ അയാളോട് പറയുന്നുമുണ്ട്. വിനീഷ്, ഈ പ്രജീഷിന്റെ ലൈംഗികാതിക്രമ ദൃശ്യങ്ങൾ അത് ആ പെൺകുട്ടി തന്നെ ദൃശ്യങ്ങൾ സഹിതം പൊതുസമൂഹത്തെ അറിയിച്ചിരിക്കുകയാണ്. ഇനി നടപടിയെടുക്കേണ്ടത് പോലീസാണ്. മുൻമന്ത്രി എന്ന നിലയ്ക്ക് വി ശിവൻകുട്ടിക്കും ചില ഉത്തരവാദിത്വങ്ങൾ ഈ വിഷയത്തിലുണ്ട്. നമ്മൾ ഈ വാർത്ത പുറത്ത് വിട്ടതാണ്. ഈ വാർത്തയിന്മേൽ എന്തെങ്കിലും നടപടി പോലീസ് ഇതിനോടകം തന്നെ എടുത്തിട്ടുണ്ടോ? എന്താണ് വിവരങ്ങൾ? പെൺകുട്ടിയുമായി ബന്ധപ്പെടാൻ സാധിച്ചിട്ടുണ്ടോ വിനീഷ്? നിലവിൽ പെൺകുട്ടിയെ പലതവണ നമ്മൾ ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും പെൺകുട്ടി ഫോൺ ഇതുവരെയും അറ്റൻഡ് ചെയ്തിട്ടില്ല. നിലവിലെ സാഹചര്യത്തിൽ സ്വമേധയാൽ തന്നെ പോലീസിനെ ഇതുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ ഈ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ച സാഹചര്യത്തിൽ സ്വമേധ തന്നെ പോലീസിനെ കേസെടുക്കാം. ഒപ്പം തന്നെ ഈ ഒരു ഇത്തരത്തിൽ ലൈംഗിക അതിക്രമം കാട്ടുന്നതാകട്ടെ മുൻ മന്ത്രിയായ വി ശിവൻകുട്ടിയുടെ ഗൺമാനാണ്. ഇപ്പോൾ നിലവിൽ ഇദ്ദേഹം AR ക്യാമ്പിലെ സിവിൽ പോലീസ് ഉദ്യോഗസ്ഥനും കൂടിയാണ്. ഈ സിവിൽ പോലീസ് ഉദ്യോഗസ്ഥനെതിരെ പ്രജീഷിനെതിരെ നടപടി സ്വീകരിക്കാൻ പോലീസിന് സ്വമേധയാൽ തന്നെ നടപടി സ്വീകരിക്കാൻ സാധിക്കും എന്നതാണ് വസ്തുത. എന്നാലും ഇതുവരെയും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ ഇതിൽ നടപടി സ്വീകരിച്ചിട്ടില്ല എന്നതാണ് പ്രധാനപ്പെട്ട ആക്ഷേപം. പ്രത്യേകിച്ച് ഈ പെൺകുട്ടി തൻ്റെ ഇൻസ്റ്റാഗ്രാമിലായിരുന്നു ആദ്യം ഈ ദൃശ്യങ്ങൾ പോസ്റ്റ് ചെയ്യുന്നതും ഇയാളെക്കുറിച്ച് അറിയുമോ എന്ന് ചോദിച്ചുകൊണ്ടാണ് ഈ ദൃശ്യങ്ങൾ പോസ്റ്റ് ചെയ്യുന്നത്. ആ പോസ്റ്റ് ചെയ്തതിന് ശേഷം മണിക്കൂറുകൾക്കകം തന്നെ ആ ദൃശ്യങ്ങൾ ഡിലീറ്റ് ചെയ്യുന്ന സാഹചര്യമുണ്ടായി. ഈ പെൺകുട്ടിയെ തന്നെ ഉന്നത CPM നേതാക്കൾ സ്വാധീനിച്ചു എന്നതാണ് നമുക്ക് ഇപ്പോഴത്തെ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായിരുന്നാലും നിലവിൽ ഈ ദൃശ്യങ്ങൾ പ്രചരിച്ചിരിക്കുന്ന ഘട്ടത്തിൽ പോലീസിന് സ്വമേധയാൽ കേസെടുക്കാൻ സാധിക്കും. പ്രത്യേകിച്ച് ഒരു പൊതുസ്ഥലത്ത് വച്ച് ഒരു പെൺകുട്ടിക്ക് നേരെ ലൈംഗിക അതിക്രമം നടത്തുകയാണ്. ആ ദൃശ്യങ്ങളിൽ തന്നെ കൃത്യമായി നമുക്ക് കാണാൻ സാധിക്കുന്നു. ആ ദൃശ്യങ്ങളിൽ വ്യക്തമാകുന്നത് ഇത്തരത്തിലാണ്. പിൻസീറ്റിലിരിക്കുന്ന പ്രജീഷ്, പോലീസ് ഉദ്യോഗസ്ഥനായ പ്രജീഷ്, മുൻ മന്ത്രി വി ശിവൻകുട്ടിയുടെ ഗൺമാനായ പ്രജീഷ് CPMന്റെ സന്തത സഹചാരിയാണ്. CPMന്റെ സജീവ പ്രവർത്തകരും കൂടിയാണ് പോലീസ് സേനയിൽ എത്തിയിട്ടും CPMന് വേണ്ടിയിട്ട് പണിയെടുക്കുന്ന ഒരു ഉദ്യോഗസ്ഥനായി മാത്രമാണ് നമുക്ക് പ്രജീഷിനെ പിന്നീട് കാണാൻ സാധിച്ചത്. കഴിഞ്ഞ 10 വർഷമായി മുൻ മന്ത്രിയായിരുന്ന വി ശിവൻകുട്ടിയോടൊപ്പം സന്തത സഹചാരിയായി പോകുന്ന വ്യക്തിയായിരുന്നു. ഗൺമാൻ എന്ന ചുമതല വഹിക്കുമ്പോഴും പല ഘട്ടങ്ങളിലും പോലീസ് സേനയിൽ ഈ ഗൺമാൻ ഉദ്യോഗസ്ഥന്മാർ കൃത്യമായി സവാരി സൂട്ട് ധരിക്കണം എന്ന സൂട്ട് പോലീസിൻ്റെ ഗൺമാൻ പട്ടികയിലുള്ള എല്ലാ ഉദ്യോഗസ്ഥരും, മന്ത്രിമാരോടൊപ്പമുള്ള എല്ലാ ഉദ്യോഗസ്ഥരും ഗൺമാന്മാരും സൂട്ട് ധരിക്കണമെന്ന പോലീസിൻ്റെ നിർദ്ദേശമുണ്ടായിരുന്നു. ആ ഘട്ടങ്ങളിൽ പോലും സൂട്ട് പോലും ധരിക്കാതെ പോലീസ് സേനയെ പോലും വെല്ലുവിളിച്ചുകൊണ്ട് മുൻ മന്ത്രിയോടൊപ്പം നടക്കുന്ന ഈ ഒരു പ്രജീഷിനെയായിരുന്നു അന്ന് കാണാൻ സാധിച്ചത്. ആ പ്രജീഷാണ് ഇത്തരത്തിൽ പൊതുസ്ഥലത്ത് വെച്ച് നിലവിൽ ഈ പെൺകുട്ടിയോട് വലിയ രീതിയിൽ മോശം പെരുമാറ്റം നടത്തുന്നത്, ലൈംഗിക അതിക്രമം നടത്തുന്നത്. പിൻസീറ്റിലിരിക്കുന്ന പ്രജീഷ് മുൻ സീറ്റിലെ പെൺകുട്ടിയുടെ സീറ്റിനിടയിലൂടെ കൈയിട്ട് ഈ പെൺകുട്ടിയെ കയറി പിടിക്കുന്ന ദൃശ്യങ്ങളാണ്, അല്ലെങ്കിൽ കയറി പിടിച്ചുകൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങളാണ് ഈ പെൺകുട്ടി തൻ്റെ ഫോണിൽ പകർത്തിയതും. പിന്നീട് പ്രജീഷിൻ്റെ മുഖത്ത് നോക്കി തന്നെ പറയുന്നുണ്ട്, താൻ ചെയ്തത് എന്താണെന്ന് ഞാൻ ദൃശ്യങ്ങളിൽ പകർത്തിയിട്ടുണ്ട് എന്ന് പെൺകുട്ടി പറയുന്നു. അതിനുശേഷമാണ് ഈ പെൺകുട്ടി തൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ഇത്
പോസ്റ്റ് ചെയ്യുന്നത്. പോസ്റ്റ് ചെയ്ത് മണിക്കൂറുകൾക്കകം തന്നെ ഈ പെൺകുട്ടിയും സമ്മർദ്ദത്തിന് വഴങ്ങി ഈ ഒരു പോസ്റ്റ് ഡിലീറ്റ് ചെയ്യുന്ന സാഹചര്യമുണ്ടായി. എന്തായിരുന്നാലും ഇത് സമൂഹ മാധ്യമങ്ങളിൽ ഇതിനിടയിൽ പ്രചരിക്കുന്ന സാഹചര്യമുണ്ടായി. എന്തായിരുന്നാലും ഇപ്പോഴത്തെ ഘട്ടത്തിൽ ഈ വാർത്ത നമ്മൾ ആദ്യഘട്ടത്തിൽ ബ്രേക്ക് ചെയ്യുന്നത് 3 മണിക്കാണ്. ആ ബ്രേക്ക് ചെയ്ത വാർത്ത കൃത്യമായി തന്നെ എല്ലാ ഉദ്യോഗസ്ഥരുടെയും ഉന്നത ഉദ്യോഗസ്ഥരുടെ പക്കലിലേക്ക് എത്തിയിട്ടുണ്ട്. എന്നിട്ട് പോലും നടപടി എടുത്തിട്ടില്ല എന്തായാലും ഈ പെൺകുട്ടി ഈ ദൃശ്യങ്ങൾ പിൻവലിച്ചാലും ഇല്ലെങ്കിലും സ്വമേധയാ കേസെടുക്കേണ്ട ഉത്തരവാദിത്തം പോലീസിനുണ്ട്, ആഭ്യന്തര വകുപ്പിനുണ്ട്. മുൻമന്ത്രിയുടെ ഗൺമാൻ മാത്രമല്ല പ്രജീഷ്, എയർ ക്യാമ്പിലെ സിവിൽ പോലീസ് ഉദ്യോഗസ്ഥൻ കൂടിയാണ് എന്നുള്ളതാണ് വിനീഷ് പങ്കുവച്ച വിവരം. എന്തായാലും പോലീസിന് എന്താണ് ഈ വിഷയത്തിന്മേൽ എടുക്കാൻ പോകുന്ന നടപടി എന്നുള്ളതാണ് കാത്തിരുന്ന് കാണേണ്ടത്.